ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമുക്കിന്നൊരു കോളേജിൽ ഒരു കോൺവെക്കേഷൻ സെറിമണി ഉണ്ട്. ഫ്രണ്ട്സിന്, എനിക്കില്ല, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഗായ്സ്, സോ ഇന്നത്തെ നമ്മുടെ പരിപാടി പാസ്സായവരുടെ ഈ പരിപാടിക്ക് എന്താ പറയുക, കോൺവെക്കേഷൻ സെറിമണി. അത് നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. നേരെ എങ്ങോട്ടാ? ഓഡിറ്റോറിയത്തിലേക്കല്ലേ? നമ്മുടെ മഹാരാജാസിന്റെ പുതിയ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഈ ഒരു സെറമണി നടക്കുന്നത് ഇത്തവണ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ഇയറിൽ നമ്മുടെ പുതിയ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ കോൺവെക്കേഷൻ സെറമണിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഹിസ്റ്ററിയാണ്. അതെ, കാരണം നമ്മുടെ ആദ്യത്തെ പരിപാടി അവിടെ വെച്ച് ഇതുവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടൊരു പരിപാടി ആണെന്നുള്ളല്ലോ. ഇല്ല, ഇന്ന് രാശ്മീരല്ലേ, ബാക്കി എല്ലാവരും ഇല്ലേ? സോ ഗൈസ്, ഇന്ന് കൂടെ നമ്മുടെ കൂടെ അഞ്ചുണ്ട്. അഞ്ചയ്ക്ക് എന്താണ് രണ്ടു വാക്ക് പറഞ്ഞത്? വളരെ സന്തോഷമുള്ള ദിവസമാണ്. അൽത്താഫ് വിളിക്കണ്ടേ? നമുക്ക് ഇതുപോലെ മികച്ചൊരു വീഡിയോ എടുക്കാനുണ്ട്. വാ വാ വാ. അഖിലിന് സർപ്രൈസ് ആയി പോയിട്ടു അല്ലേ? ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് നിൽക്കാൻ പോണത്. എന്റെയും ഫസ്റ്റ് പരിപാടിയാണ്. എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ ആവുന്നു. തിരക്കുകളാണ്, ഫുൾ തിരക്കുകൾ. ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര തിരക്കല്ല. ഞങ്ങളെ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ എത്തി. ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ്. എടാ, അൽത്തു വേണോ? അൽത്തു മേലുണ്ട്, വാ കാണിച്ചു തരാം. അവൻ അങ്ങോട്ട്, ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറ. ആ സൈഡിൽ വേറെ സൈഡിലോട്ട് വരാം. അവിടെ ക്യാമറ, അവിടെ ക്യാമറ. എന്താണല്ലേ അൽത്തുനെടുത്തല്ലേ? പോട്ടെ 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 പോട്ടെ, നിൽക്കില്ല. ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കൂട്ടം. സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ വന്യവേളയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയങ്ങളിലേക്ക് ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പൊതു വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ ഒരുപാട് പണം മുടക്കിയാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഈ ബിരുദം നേടുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ 80% ഫീസ് ആനുകൂല്യത്തോടുകൂടിയാണ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. പക്ഷെ ഒരു വിദ്യാർത്ഥി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാകുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും മറ്റു ഫെസിലിറ്റികളാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും, പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സമൂഹത്തോട് കടപ്പാടുണ്ടെന്നും നിങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചു നിർത്തും. എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക്സ് PGയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കൃഷ്ണജ എസ് പൈക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷജീല ബേബി ടീച്ചർ. അടുത്തതായി സർട്ടിഫിക്കറ്റ് വിതരണമാണ്. റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടത്തുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റേജിന് മുന്നിലായി അസംബ്ലി ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഐശ്വര്യ ലക്ഷ്മി. MSc സുവോളജിയിലെ കുട്ടികളാണ് ആദ്യം. ഐശ്വര്യ ലക്ഷ്മി. ആര്യ എസ്.
പാറു പാറു പാറു. ഞാൻ സ്ക്രീനിലാണ്, നമ്മുടെ സ്ക്രീനിൽ കാണുന്നല്ലോ. എവിടെന്നെങ്കിലൊക്കെ എടുക്കണം, നീ ചെല്ലി സെറ്റാക്കാം. സത്യം ചെയ്തു. സോ ഗൈസ്, ഇതെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ജയത്തിന്റെ ലെവലിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരു ജയത്തിന്റെ വളരെ അഭിമാനമുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ നിങ്ങളെല്ലാരും ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ ഉണ്ട്. അമ്മലുണ്ട്, വീട്ടിൽ നിന്ന് അമ്മലാണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഞാൻ മാത്രമാണ് ഈ കോൺവെക്കേഷന് പങ്കെടുക്കുന്നത്. അതെന്ന് പറയുമ്പോൾ വെറുതെ അല്ല, നിങ്ങളെല്ലാരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ അഭിമാനകരമായിട്ട് ഞാൻ ഈ സംഭവം മേടിക്കുകയാണ്. അപ്പോ അല്ല, അഞ്ചളെ റീനേജിയുടെ റീനേജിയുടെയാണ് നമുക്ക് എടുക്കേണ്ടത്. റീനേജ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? പറയുക. പറഞ്ഞോ, പറ. പറഞ്ഞോ. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പ്, നീ വെറുതെ തമാശ, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇങ്ങനെ ചേരുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായി. വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഇങ്ങനെ വളരെ ചുരുക്കുള്ള കുട്ടികളുടെ ഒപ്പം പഠിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. താങ്ക് യു ചേച്ചി. നന്ദു എന്തെങ്കിലും പറ. വളരെ സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് മഹാരാജാസ് കോളേജിലോട്ട്. ഇതുപോലൊരു നിമിഷം ഞാൻ എൻ്റെ ഒരു പ്ലാനിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ വെറൈറ്റി ആയി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് സെക്കൻഡ് റാങ്ക് ആണ്. ബാസി ഫസ്റ്റ് റാങ്കോടെ. ആ, ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കുന്നുണ്ട്. എടുക്കും, എല്ലാവരും എടുക്കുന്നുണ്ട്. ഇത് തേർഡ്. രശ്മി, ഇതാണ് തേർഡ് കിട്ടിയാളെ. സോ ഗൈസ്, അടുത്ത നമ്മുടെ പിള്ളേരുടെ കേട്ടോ. അടുത്തതായി ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ആണ്. എടുത്തോട്ടോ. അഖിലേക്കിട്ടുള്ള
CA philosophy. Amin and the yes. ചേച്ചി Amna Halima K. ബൈ ബൈ ബൈ. എടാ പോവാന്നാ ഞങ്ങള്. ഓ എല്ലാം കിട്ടി, എല്ലാം അവന്റെ ഉണ്ട്, ഫോട്ടോസ് എല്ലാം അവന്റെ ഉണ്ട്. ഇൻകേസ് മാത്രം Lesika A. ആ താഴെ എടുക്കാം, ഫോട്ടോ എടുക്കാം. ബാ ബായോ Wadi താഴെ Huda. പോ. കുട്ടികളുടെ സന്തോഷത്തെ പറ്റി അനുസരിക്കാൻ പറയാനുള്ളത്. എനിക്ക് സന്തോഷമാണ് എന്റെ ഫ്രണ്ട് ഗ്രാജുവേറ്റ്. Alina Rose Paul. അങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടികളാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തിട്ട് നേരെ പോകും. എവരിവൺ ഈസ് ഹിയർ. ഓക്കേ ഗയ്സ്, ഹിയർ കെപി. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാട്ടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. ബാസിക്കാണ് നമ്മുടെ എന്താണ് ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ഹോൾഡർ. ഇത് ബ്രഹ്മയുഗല്ലേ? അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോവാട്ടോ, എല്ലാവരും തന്നെ. പോവല്ലേ? ബൈ ബൈ ബൈ. സാമാന്യം ഇത് വല്ലാത്തൊരു സീസണുണ്ട്. ബൈട്ടാ എടാ എടാ തംബ്നെയിൽ എടുത്തിട്ടില്ലടാ. ഇതെടുക്ക് തംബ്നെയിൽ. അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഞങ്ങള് ഒരു സ്വീകരണം കുറച്ച് നാളെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു തരത്തിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ തന്നെ ഞാൻ അറിയിക്കാം. സോ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.